ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. അപ്പോൾ ഗൈസ്, ഇതേ രാവിലെ എഴുന്നേറ്റ് ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും എഴുന്നേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എന്താ പറയുന്നത്, ഇന്നലെ എടുത്ത വീഡിയോ എല്ലാം ഇങ്ങനെ കണ്ട് കുറച്ച് ചിരിക്കുക. ഞങ്ങൾ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ചിരി വരും കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നോ എടുത്തായിരുന്നോ എന്നൊക്കെ ഉള്ള ഓർത്ത് ചിരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് കാണാമോ, ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ. കാണത്തില്ല, ബ്രൈറ്റ് ലൈറ്റാണ്. ഉപ്പുമാവാണ് ഗൈസ്. നമുക്കിന്ന് ഉപ്പുമാവുണ്ട്. ഉപ്പുമാവിൻ്റെ കൂടെ നമ്മൾ പഴം കൂട്ടി കഴിക്കും കേട്ടോ. പഴം, പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൂസ് ഇവിടെ ഇരുന്ന് ഗെയിം കളിയാണ്. അപ്പൂസ് ഗെയിം കളിയില്ല, ഇപ്പൂസ് ഇരുന്ന് ഗെയിം കളിയാണ് കേട്ടോ. രാവിലെ ഒരു അംഗം കഴിഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേനും ഒരു ചോക്കോസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇപ്പൂസിന് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് വേണ്ട, ചോക്കോസ് മതിയാണ്. ചോക്കോസ് അത് തന്നെ, ചോക്കോസ് തന്നെ. അത് പാലിലിട്ട് കൊടുക്കണമെന്ന്. ആശാമ പറഞ്ഞു പറ്റത്തില്ല, രാവിലെ ചോക്ലേറ്റ് മധുരം കഴിക്കണ്ട, രാവിലെ ഉപ്പുമാവും പഴം കൂടെ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, ആശാൻ വന്നപ്പോഴത്തേനാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ ആശാൻ വന്നിട്ട് ചോദിക്കുക എന്നെ വീഡിയോയിൽ കാണിക്കത്തില്ലേന്ന് കേട്ടോ. ഒരു രൂക്ഷമായിട്ട് എന്നെ ഒരു നോട്ടം കണ്ടോ. കെട്ടിയവൻ്റെ മണ്ടയ്ക്ക് ഇരുന്നേ ചായ കുടിക്കുള്ളൂ. ഇത് ബഹുമാനമാണെന്ന് അറിയാം. ഡാഡിക്ക് ബുദ്ധിയില്ല. അതാ ഡാഡിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാ ഈ സാധനം ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു ബുദ്ധിയില്ലായ്മോണ്ടാ ഈ സാധനം ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ വേറെ ആരെങ്കിലും തലയ്ക്ക് പോയിരുന്നാല് അവന്മാർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ കോമഡി. ഗൈസ്, നമ്മുടെ അപ്പൂസിനും ഇപ്പൂസിനും ഞാൻ ചെറുതായിട്ടൊരു പണി കൊടുത്തു കേട്ടോ. നമ്മുടെ ഇത് വെളിയിലിരുന്ന ചെടിയായിരുന്നേ, പ്ലാന്റ് ആയിരുന്നേ. അത് നമ്മളെടുത്ത് അകത്ത് വെച്ചു ഇപ്പം. അപ്പോൾ അകത്ത് വെച്ചപ്പോഴത്തേക്കും അത്രയും മൊത്തം പൊടി ഉണ്ടായിരുന്നു ലീഫേൽ മൊത്തം. അപ്പം ഞാൻ അപ്പൂസിനോടും ഇപ്പൂസിനോടും പറഞ്ഞാൽ നിങ്ങൾ അത് ക്ലീൻ ചെയ്യും. ഓരോ ഇലയും തുണി വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോഴത്തേനും അത് നല്ലതാകും എന്ന് പറഞ്ഞു. അപ്പോൾ അകത്തിരിക്കുമല്ലേ, അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കണമല്ലോ. അതിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത്രയും ചെളി പിടിച്ച് എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കത്തില്ലേ. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് പ്ലാന്റ്സ് ഇങ്ങനെ ഇലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണേ. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ എന്താ പറയുന്നത്, എയർ ഹോൾസ് ഉണ്ട് അതിൻ്റെ ലീഫയിൽ. അപ്പോൾ ആ ഹോൾസൊക്കെ ഓപ്പൺ ആവുകയും നല്ല ഫ്രഷ് നമുക്ക് ഓക്സിജൻ അത് പുറത്തേക്ക് തള്ളാനും അതേപോലെ തന്നെ കാർബൺ ഡൈഓക്സൈഡ് എടുക്കാനും ഇൻടേക്ക് ചെയ്യാനുമായിട്ടൊക്കെ ഉള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നതാണ് ലീഫിൻ്റെ ആ എയർ ഹോൾസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ആകും. അപ്പം നല്ലതായിട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അതിൻ്റെ ലീവ്സൊക്കെ നമ്മൾ തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ്, അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞാൽ തുടച്ചെടുക്ക്, അപ്പോൾ നമുക്ക് നല്ല എയർ കിട്ടുമല്ലോ അകത്ത്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് ഞാൻ നല്ല വൃത്തിക്ക് തുടപ്പിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവർ തുടച്ചൊക്കെ കഴിയുമ്പോൾ നോക്കണം ഇനി അത് എത്രത്തോളം ക്ലീൻ ആയെന്നുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കും കൂടെ ഒന്ന് അത് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എനിവേ എന്തായാലും അവരത് ചെയ്യട്ടെ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാവും. അത് അവർക്കും ഒരു ഹെൽപ്ഫുള്ളാവും. അപ്പം കുറച്ച് അവർക്ക് റിലാക്സേഷൻ ആവും. പിന്നെ അതേപോലെ തന്നെ ഈ എപ്പോഴും മൊബൈലും ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒഴിവായി അവർ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അമ്മ ഇവിടെ തകൃതിയായിട്ട് കുക്കിങ്ങിലാണ് കേട്ടോ. ചോക്കോസ് ഇപ്പം റെഡിയാക്കും. നീ അത് അമ്മ അത് മീൻ വെട്ടിക്കൊണ്ട് നമ്മുടെ കയ്യിൽ മീൻ്റെ അഴുക്കാം. നീ പെട്ടെന്ന് അത് വൃത്തിയാക്കുമ്പോഴത്തേനും അമ്മ അത് റെഡിയാക്കും. അല്ല ഡാഡി ഇപ്പോൾ ശരിയാക്കി തരാം. ആ ഡാഡി ശരിയാക്കും, നീ തുടക്കിയത്. ഇപ്പം എല്ലാം ഓരോ പണി എന്തുപണി അവർ കുപ്പിയിൽ ഇറങ്ങിയ ഭൂതോ പണി. എനിക്കറിയാം ഇത് ചോദിക്കുമെന്ന്. ആശാൻ ഇവിടെ തകൃതിയായിട്ട് കുക്കിംഗ് ആണ്. ഞാൻ താഴേന്ന്
നമ്മുടെ താഴത്തെ കടയിൽ നിന്ന് ഫ്രോസൺ അയില വാങ്ങിച്ചു. അപ്പോൾ അത് ആശാമ്മ ക്ലീൻ ചെയ്ത് വെച്ചു. അതിനും കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് ആശാമ്മ സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നമുക്ക് പയർ തോരനാണേ, ചെറുപയർ തോരൻ കാണിച്ചാൽ വെച്ച് കണ്ടോ, ചെറുപയർ തോരൻ ആശാമ്മ സെറ്റ് ചെയ്യുവാണ്. ചോറ് നമ്മുടെ അടുപ്പത്തിരിക്കുന്നേ ഉള്ളൂ. അതൊരു വിസിൽ പോലും അടിച്ചില്ല കേട്ടോ. അടിച്ചോ? ഓഫ് ചെയ്തോ? ഞാൻ കേട്ടില്ല. ഞാൻ വീഡിയോ എഡിറ്റിങ്ങിലായിരുന്നു ഗൈസ്. ഞാനാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നു, അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നോക്കിക്കേ, അതായത് നമ്മുടെ പ്ലാന്റൊക്കെ ഗ്ലോ ആയി കേട്ടോ. നല്ലതായിട്ട് തുളച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ അത് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വട്ടം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിനും അത് ഓക്കെ ആയിക്കോളും. പിന്നെ ഇതും നമ്മൾ തുടച്ചെടുത്തു. ഓക്കെ, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ് മൊത്തം നമ്മൾ ലീഫ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഗൈസ്. ഇവിടെ എല്ലാം വെള്ളമായി. ഇനി ഇതെല്ലാം തുടച്ചെടുക്കണം. അതെ, ഇവിടെ രണ്ടുപേര്, ഒരാൾ ഇരുന്ന് ഗെയിം കളിക്കുന്നു, ഒരാൾ ഇവിടുന്ന് ചോക്കോസ് തിന്നാൻ വേണ്ടിയുള്ള പരിപാടി ഉണ്ടോ ഉണ്ടോ. ഗൈസ്, അപ്പം നമ്മളിവിടെ ചെടിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമായി കേട്ടോ. അപ്പം പിന്നെ തുളയ്ക്കാന്ന് വിചാരിച്ചു. തുളയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തം റൂമും കൂടെ തുടച്ചേക്കാം. അന്നെങ്കിലും ആവശ്യം എല്ലാം തൂത്തിട്ടേക്കുന്ന. അപ്പൊ നമ്മളൊന്ന് തുടച്ചും കൂടെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. രണ്ടാളും റൂമൊക്കെ ഒന്ന് തുളയ്ക്കട്ടെ. അപ്പത്തേന് ഇപ്പൂസിൽ തുളയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തുളയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് എല്ലാവർക്കും അങ്ങ് തുടയാണ് ഗൈസ്. ഞാൻ പറഞ്ഞു ഞാൻ തുളയ്ക്കാം, ഒരു റൂം ഞാൻ തുളയ്ക്കാം, ഒരു റൂം ഇപ്പൂസിനോട് തുറച്ചോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിച്ച എൻ്റെ തുളയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇപ്പൂസ് തുറയ്ക്കാമെന്ന് പറഞ്ഞു. ഇപ്പൂസ് തുറയ്ക്കുന്നതാണ് കാണുന്നത്. കണ്ടോ, എങ്ങനെയൊക്കെ തുറയ്ക്കട്ടെ, തുടച്ച് പഠിക്കട്ടെ. നാളെ ആരും ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ. ഒരു സൈഡ് തീർത്ത് വാ, ഞാൻ കാണിച്ചു തരാം. ഗൈസ് എല്ലാം കഴിഞ്ഞ് ഗൈസ്. ഇനിയിപ്പം നമ്മൾ മാങ്ങ അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തിനാ അരിയുന്നതെന്നുണ്ടെങ്കിൽ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. എന്തിനാന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നല്ല സൂപ്പർ മാങ്ങയാണ്, നല്ല പുളിയുണ്ട്, നല്ല വിളഞ്ഞ മാങ്ങ, അടിപൊളിയാണ്. നല്ല പ്രത്യേക ടേസ്റ്റ്, നല്ല മൂവാണ്ട മാങ്ങയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതിന് കഴിച്ചിട്ട്. ഒരു രക്ഷ കേട്ടോ. എന്തോ അരയ്ക്കുന്ന വാച്ചേ? എന്തോ അരയ്ക്കുന്നേ? ഇഡലിക്ക് അല്ലേ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി ഇഡലിക്ക് വേണ്ടിയിട്ട് മാവ് അരച്ച് വെക്കണം കേട്ടോ. പിന്നെ മുട്ടയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. അമ്മമാർ കളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അമ്മമാർക്ക് പൊളിച്ചു കൊടുക്കണം. ഇന്ന് രാവിലെ ആശാമ്മ ചട്നി അരച്ച് ആ മിക്സിയുടെ സൈഡിലും അവിടെ ഇവിടെ എല്ലാം അങ്ങ് തെറിച്ച് നോക്കി. ഇപ്പം മിക്സി എന്ത് വൃത്തിയാന്ന് നോക്കിയാൽ ആശാമ്മ മൊത്തം കഴുകി വൃത്തിയാക്കിയത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ വൈകിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് നമ്മുടെ ഉച്ചക്കത്തെ എന്താ പറയുക, പയറുതോരൻ, കടുമാങ്ങ, അയലക്കറി, തേങ്ങ അരച്ച അയലക്കറി, ഇത്രയാണ് നമ്മുടെ കൂട്ടാൻ. ഇപ്പം ഇപ്പോസ് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. അമ്മ വാരി കൊടുക്കും. ഓക്കെ, അപ്പൂസ് താഴെ വരെ പോയി. ഒന്നുമില്ല. എന്നാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്.